ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മുടെ മെയിൻ്റനൻസും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗെയിമിനകത്ത് പുതിയ പ്ലേയേഴ്സും കാര്യങ്ങളും കൊണാമി ആഡ് ചെയ്തിട്ടുണ്ട്. 1 ബില്യൺ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പാക്ക് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു എപ്പിക് പാക്ക് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതും നൈസായിട്ടുള്ളൊരു പാക്കാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു CB ഡിസ്ട്രോയർ കാർഡ്, അതുപോലെ DMF, സീഡോർഫ്, പിന്നെ LB സെനറ്റി, ഈ 3 കാർഡാണ് ഈ ഒരു എപ്പിക് പാക്കിലുള്ളത്. അപ്പോൾ നെസ്റ്റാനെ തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാലോ, ഗെയിമിനകത്ത് തന്നെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന CB ഡിസ്ട്രോയർ കാർഡ് തന്നെയാണ്. അതുപോലെ സീഡോർഫിൻ്റെ അത്യാവശ്യം നൈസായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. പിന്നെ സെനറ്റിയുടെ ഒരു നൈസായിട്ടുള്ള ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ 3 പേർക്ക് വരുന്ന സ്കില്ലെന്ന് വെച്ചാൽ, നെസ്റ്റേക്ക് വരുന്ന സ്കില്ല് ലോങ് റീച്ച് ടാക്കിളും പിന്നെ ഏരിയൽ ഫോർട്ടും ആണ്. അതുപോലെ സീഡോർഫിന് ലോങ് റീച്ച് ടാക്കിളും ഫിനോമിനൽ പാസും ആണ് കൊടുത്തിട്ടുള്ളത്. ജെനറ്റിക്ക് നോക്കുകയാണെങ്കിൽ ഫോർട്രസും ഫിനോമിനൽ പാസും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 പേർക്ക് വരുന്ന ഒരു സ്കില്ല്. CB ഡിസ്ട്രോയർ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പാക്ക് സ്പിൻ ചെയ്ത് നെസ്റ്റ് എടുക്കേണ്ടതാണ്. കാരണം അത്രയ്ക്ക് ടോപ്പായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് നെസ്റ്റ്. അപ്പോൾ വേറെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിവിഷനകത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്ലെയറാണ് ഈ ഒരു സീസണിൽ കൊണ്ടുവന്നിട്ടുള്ള. ആൾക്ക് വരുന്ന സ്കില്ലെന്ന് വെച്ചാൽ ബുള്ളറ്റ് ഹെഡറാണ്. 10 ലക്ഷത്തിനകത്ത് വന്നാൽ ഈ ഒരു പ്ലെയർ നമുക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ വരുന്നത് ഇവിടെ 1 ബില്യൺ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു പാക്ക് കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഗെയിം ഏകദേശം ഒരു 1 ബില്യൺ ഡൗൺലോഡ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് അവർ ഈ ഒരു പാക്ക് ഈ ഗെയിമിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കാണിച്ചുതരാം. കോൺട്രാക്റ്റിനകത്ത് വരുന്ന സമയത്ത് ഇവിടെ 3 പ്ലേയേഴ്സിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. റൊണാൾഡീനോ, അതുപോലെ ജെറാഡ്, പിന്നെ പെറൂസി എന്ന് പറഞ്ഞിട്ടൊരു ഗോൾ കീപ്പറിൻ്റെ ഒരു പുതിയൊരു കാർഡ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഓരോ ചാൻസ് ഡീൽ വെച്ച് നമുക്ക് കിട്ടും. ഓരോ ചാൻസ് ഡീൽ വെച്ച് നമുക്ക് ഓരോ ദിവസം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ 7 ദിവസം നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് 7 ദിവസം നമുക്ക് 7 ചാൻസ് ഡീൽ വെച്ച് കിട്ടും. അപ്പോൾ ഇന്ന് ലോഗിൻ ചെയ്ത് ഇന്ന് ഒരു ചാൻസ് ഡീൽ കിട്ടി. അതുപോലെ നാളെ, മറ്റന്നാൾ 5, 6, 7, 8 7 ദിവസം നമുക്ക് ഓരോ ചാൻസ് ഡീൽ വെച്ച് 7 ചാൻസ് ഡീൽ നമുക്ക് ടോട്ടലായിട്ട് കിട്ടും. അത് നമുക്ക് 9-ാം തീയതി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് 9/4/2026 ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 ബില്യൺ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു പാക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നൈസായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. റൊണാൾഡീനോ നൈസായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഗെയിമിനകത്ത്. ഇതൊക്കെയാണ് ഗൈസ് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങൾ. പിന്നെ വേറെ നോക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദി വീക്കിൽ ഇങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. റെഡ്സിൻ്റെ കാർഡും പിന്നെ ടൊണാലി, തുറാം, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സിൻ്റെ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ സെലക്ഷൻ, ലീഗ് സെലക്ഷനകത്ത് ചൗമനി, പിന്നെ വില്യംസ്, പിന്നെ പാബ്ലോ, അങ്ങനെ കുറച്ച് കാർഡ്സ് കൂടെ അതിനകത്തുണ്ട്. എന്തായാലും വേറെ ഇതുവരെയായിട്ടൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത വ്യാഴാഴ്ച ആകുമ്പോൾ എന്തായാലും നൈസായിട്ടുള്ള പാക്കും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരും. ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇവൻസിൽ നോക്കുകയാണെങ്കിൽ ഇവൻസിനകത്ത് നമുക്കൊരു ഇറ്റാലിയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് PvPനകത്ത് നോക്കുന്ന സമയത്ത് ഇറ്റാലിയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻ്റ് ഇവിടെയും ഉണ്ട്. ഇതിനകത്ത് 50 കോയിൻസ് ആണ്. പിന്നെ വേറെ സാധാരണ എപ്പോഴും ഉള്ളതുപോലെ തന്നെയാണ്. വേറെ അധികം ഒന്നും വന്നിട്ടില്ല ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞിട്ട്. എന്തായാലും നമുക്ക് അടുത്ത വ്യാഴാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം പുതിയതായിട്ട് എന്തെങ്കിലും വരും. പിന്നെ സ്മാർട്ട് അസിസ്റ്റന്റ് ആ ഒരു ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ അതെന്തായാലും ഈ ഒരു മാസം തന്നെ കൊണ്ടുവരുന്നതാണ് ആ ഒരു കിട്ടിയിരിക്കുന്ന ഒരു ഇതനുസരിച്ച് പറയാനുള്ളത്. പിന്നെ വേറെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ തിങ്കളാഴ്ച വരുന്ന പാക്കാണെങ്കിൽ ഷോർട്ട് ടൈം കാർഡിൻ്റെ ഒരു പാക്കാണ്. അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വ്യാഴാഴ്ച ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ മാസ്റ്റർ ലീഗ് കാര്യങ്ങൾ അതൊക്കെ എന്തായാലും അടുത്ത വ്യാഴാഴ്ച ആയിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. എന്തായാലും അടുത്ത വ്യാഴാഴ്ച നമുക്ക് നോക്കാം. പിന്നെ കോയിൻ ഓഫർ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് കോയിൻ ഓഫറും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടില്ല. എന്നാലും നമുക്ക് അടുത്ത ആഴ്ച അത് പ്രതീക്ഷിക്കാം.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ഗെയിമിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഒരു പാക്കാണ്. ഈ ഒരു പാക്ക് സ്പിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടുക, നമ്മൾ ലൈവിൽ എന്തായാലും സ്പിൻ ചെയ്യാം. പിന്നെ നെസ്റ്റേൻ്റെ കാർഡ് എന്തായാലും ടോപ്പ് തന്നെയാണ് ഗൈസ്. നിങ്ങൾ മാക്സിമം സി ബി നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും സി ബി ഡിസ്കൗണ്ട് നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പാക്ക് സ്പിൻ ചെയ്ത് നെസ്റ്റാനെ എടുക്കാം. നൈസായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.